ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ഉണരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തരുന്നവൻ വലിയവനായ ദൈവമാകുന്നുവല്ലോ. അതുകൊണ്ട് ആ ദൈവത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ജീവിക്കുന്നതിന് ഭക്ഷണം ആവശ്യമാണ്. അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും പോലെ തന്നെ ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഭക്ഷണത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ നാട്ടിലും അവരവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ അവരവരുടെ ടേസ്റ്റിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നാം സാധാരണയായി ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ രീതികളായിരിക്കുകയില്ല അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നാം ഒരുക്കുന്ന സദ്യ തീർച്ചയായും ഒരു പ്രത്യേകതയാണ്. ഇത്രയും വിഭവസമൃദ്ധമായ ഒരു സദ്യ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഓണം അടുത്ത് വരുന്ന സമയമാണ്. ഈ ഓണക്കാലത്താണ് വാസ്തവത്തിൽ ഈ സദ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ വിഭവങ്ങൾ അടുത്ത സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരള തനിമ എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഭക്ഷണ രീതിയിൽ വളരെയധികം വ്യത്യാസമായി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ സാധാരണയായി ലഭിക്കാറുള്ള സാമ്പാറും ഇഡ്ഡലിയും അവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള വിഭവങ്ങളുണ്ട്. പൊങ്കൽ എന്ന് പറയുന്നതായ വിഭവം. ഇങ്ങനെ പല കാര്യങ്ങൾ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നാം വടക്കൻ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാലോ അവിടെ റൊട്ടിയാണ്. റൊട്ടി എന്ന് പറയുമ്പോൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ ചപ്പാത്തി എന്ന് നാം വിശേഷിപ്പിക്കുന്ന അവരുടെ റൊട്ടി. മറ്റ് രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ രീതികൾ അപ്പാടെ മാറിക്കഴിഞ്ഞു. അവിടെ ബർഗർ, ബാർബിക്യൂ, പിസ്സ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് സാധാരണയായിട്ടുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം വ്യത്യസ്തതയായി കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നാലും ഓരോ സ്ഥലത്തും ഭക്ഷണത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അത് ഓരോ സ്ഥലത്തും പാർക്കുന്ന ജനങ്ങളുടെ രീതികളനുസരിച്ച് വ്യത്യസ്തങ്ങളാണ്. പഴയ തലമുറ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ പലതും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇന്ന് പുതിയ തലമുറ അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. പഴയ കാലത്തെ ആട്ടുകല്ലോ അമ്മിക്കല്ലോ ഉരലോ ഒന്നും ഇന്ന് ആവശ്യമില്ലല്ലോ. അതിനൊക്കെ പകരമായി എത്രയോ നല്ല ഉപകരണങ്ങൾ നാം കിച്ചണിൽ ഉപയോഗിക്കുന്നു. ആധുനികതയുടെ വ്യത്യാസങ്ങൾ വാസ്തവത്തിൽ ആരംഭിച്ചത് അടുക്കളയിലാണ്. കാരണം അടുക്കളയിൽ വിറക് കത്തിക്കുന്ന അടുപ്പ് ഇന്ന് എവിടെയാണുള്ളത്? ഒരുപക്ഷെ ഹോട്ടലുകളിൽ കണ്ടെന്നിരിക്കാം, അല്ലാതെ വീടുകളിലൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. അത്രമാത്രം വ്യത്യസ്തമായി കഴിഞ്ഞു. പുതിയ പുതിയ രീതികൾ, ആധുനികതയുടെ പുതിയ പുതിയ സങ്കേതങ്ങൾ നാം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിലും വളരെയധികം വ്യത്യസ്തതയായി കഴിഞ്ഞു. പഴയ കാലത്തെ ഭക്ഷണ സാധനങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അപരിചിതങ്ങളാണ്. അവർക്കത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഭക്ഷണമെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞു. എന്തായിരുന്നാലും ഭക്ഷണം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. നാം ശ്വസിക്കുന്നതായ വായു, നാം കുടിക്കുന്നതായ വെള്ളം, ഇതേപോലെ തന്നെ ഭക്ഷണം നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. 430 സംവത്സരങ്ങളിലെ അടിമത്തത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പ്രയാണം ആരംഭിച്ച ഇസ്രായേൽ ജനം വഴിമധ്യേ അവരുടെ ഭക്ഷണമില്ലാതെ അവർ വല്ലാതെ വിഷമിച്ചു. അവർ വല്ലാതെ നിരാശരായി തീർന്നു. വിശന്ന് കരഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ തളർന്നു വീണു. അവരുടെ പ്രയാണം മരുഭൂമിയിലൂടെയാണ്. മരുഭൂമിയിൽ അവർക്ക് എവിടെയാണ് ഭക്ഷണം കിട്ടുക? ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ അത്ര എളുപ്പമായൊരു കാര്യമല്ല. അവർ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ തീർന്നുപോയി. അവർ വിചാരിച്ചത് ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട്, 3-4 ദിവസങ്ങൾ കൊണ്ട് അവരുദ്ദേശിച്ച സ്ഥാനത്തേക്ക് കടന്നു ചെല്ലാം എന്നാണ്. പക്ഷേ അവരുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ അവർ വല്ലാതെ നിരാശരായിത്തീർന്നു. കുഞ്ഞുങ്ങളൊക്കെ വിശന്ന് കരയാൻ തുടങ്ങി. പ്രായമുള്ളവർക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ ഭക്ഷണമില്ലാതെ എല്ലാവരും വിശന്ന് തളർന്ന് കരഞ്ഞു. ചിലർ മോശയ്ക്കെതിരായി പിറുപിറുത്തു, ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. എന്തായിരുന്നാലും ഭക്ഷണമില്ലാതെ അവർ വല്ലാതെ തളർന്നുപോയി. ആ സമയത്ത് മോശ ദൈവത്തോട് അപേക്ഷിച്ചു.
ദൈവം അവർക്ക് കൊടുത്ത സ്വർഗീയമായ ഭോജ്യമാണ് മന്ന എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. ഇല്ലായ്മകളുടെ മധ്യത്തിൽ നാം ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നാം ആദ്യം വിചാരിക്കുന്നത് ദൈവം എന്നെ കൈവിട്ടു എന്നാണ്. കോരഹപുത്രന്മാരും അതുതന്നെയാണ് ദൈവത്തോട് പരാതി പറയുന്നത്. 42-ാം സങ്കീർത്തനത്തിൽ അവർ ചോദിക്കുകയാണ്, നീ എന്നെ മറന്നതെന്ത്? കർത്താവേ, ഞങ്ങളിങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത്? അവിടുന്ന് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചുവോ? ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകാതെ അവിടുന്ന് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ എന്ന് കോരഹപുത്രന്മാർ ദൈവത്തോട് ചോദിക്കുന്നു. ഇത് സ്വാഭാവികമായി നാം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത്, പ്രയാസത്തിൻ്റെ സമയത്ത് നാം ദൈവത്തോട് അറിയാതെ ചോദിച്ചു പോകുന്ന, കർത്താവേ, അവിടുന്ന് എന്നെ മറന്നു കളഞ്ഞുവോ? എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മെ മറക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നാം വിചാരിക്കുന്നു ദൈവം എന്നെ മറന്നു കളഞ്ഞുവെന്ന്. പക്ഷേ ദൈവം നമ്മെ മറക്കുന്നില്ല. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ അവരെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ദൈവം. അങ്ങനെ ഉപേക്ഷിക്കാനായിട്ടല്ല ദൈവം അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ വിചാരിച്ചത് എന്താണ്? ദൈവം അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് പറയുകയാണ്, ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാട്ടെ, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒരുക്കിയാട്ടെ എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ദൈവം അവരെ കൈവിടുന്നില്ല. നാം വായിക്കുന്നത് അത്യത്ഭുതകരമായ നിലയിൽ അവർക്ക് കഴിക്കുവാൻ ഏറ്റവും നല്ല ഭക്ഷണം, ഭൂമിയിൽ നിന്നുള്ളതല്ല, ഉയരത്തിൽ നിന്നുള്ളതായ ഭക്ഷണം, ഹെവൻലി ഫുഡാണ് അവർക്ക് കൊടുത്തത്. ഏറ്റവും മുന്തിയ ആഹാരം, ഭൂമിയിൽ ഒരുക്കാൻ സാധ്യമല്ലാത്ത അത്രമാത്രം ഉന്നതമായ ഭക്ഷണം മുകളിൽ നിന്ന് അവർക്ക് കൊടുക്കുകയായിരുന്നു. അതായിരുന്നു മന്ന. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകുന്നത് ഉയരത്തിൽ നിന്നാണ്. ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങൾ മാനുഷികമായിട്ടുള്ളതാണ്. എന്നാൽ അമാനുഷികമായ ഉയരത്തിൽ നിന്നുള്ള സ്വർഗീയമായ കാര്യങ്ങളാണ് ദൈവം നമുക്ക് നൽകിത്തരുന്നത്. അതിനോളം വരുവാൻ മറ്റൊന്നിനും സാധ്യമല്ല എന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ മറന്നു കളയുന്നില്ല. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. നമ്മെ കൈവിടാത്തവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയിക്കുന്നതിന് മുൻപേ തന്നെ അറിയുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് കൃത്യമായി ദൈവത്തിനറിയാം. ദൈവം കൃത്യസമയത്ത് സ്വർഗീയ ഭോജ്യമായ മന്ന നൽകി അവരെ പരിപാലിച്ചു എന്ന് കാണുവാൻ സാധിക്കും. നാം വായിക്കുന്നത്, അവർ കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച് ഗിൽഗാലിൽ പാളയമിറങ്ങി ആ ദേശത്തെ വിളവ് കണ്ട് ഉപജീവനം കഴിച്ച നാളുവരെയും അവർക്ക് മന്ന തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നു. ഇടമുറിയാതെ അവർക്ക് അത് ലഭിച്ചുകൊണ്ടിരുന്നു. ദൈവസഹായം ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയുന്നതല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് നാം അവിടെ കാണുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കട്ടെ. ഓരോരുത്തരും ആവശ്യമുള്ളത് രാവിലെ പെറുക്കിയെടുക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമായിരുന്നു. മന്ന ദൈവം വർഷിപ്പിച്ചു കൊടുത്തു. എന്നാൽ അവനവൻ ആവശ്യമുള്ളത് എന്താണോ അത് അവരവർ പെറുക്കിയെടുക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അത് തിരുവെഴുത്തിൽ നിന്ന് പെറുക്കിയെടുക്കുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്വമുണ്ട്. ഇന്നത്തെ ദിവസം അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ പെറുക്കിയെടുക്കുന്ന മന്ന ഇന്നത്തെ ദിവസം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ജീവസന്ധാരണത്തിനുള്ളതാണ്. ആ മന്ന കൊണ്ട് ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, പ്രതിസന്ധികളിൽ തളരാതെ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ സ്വർഗീയമായ ഭോജ്യം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിക്കുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാത്തൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ വിവിധങ്ങളായ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ നേരിടേണ്ടതായി വരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ
ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു സ്വർഗീയ കരം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നത്തേക്ക് ആവശ്യമായതെല്ലാം നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം കർത്താവേ അവിടുത്തെ പക്കലുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകി സഹായിക്കണമേ. ദുഃഖിതർക്ക് ആശ്വാസം നൽകണമേ. ജീവിതത്തിൻ്റെ വിധങ്ങളായ ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്നവരെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങളെ ധൈര്യത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. Yes.